ഹലോ, ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് രാത്രി 10 മണിക്ക് ഒരു പാൻ കേക്ക് ഉണ്ടാക്കാന്നുള്ള ഐഡിയ ആയിട്ടാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മക്കൂട്ടൻ പറഞ്ഞു നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന്. പക്ഷെ പാൻ കേക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം തന്നെ യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് എടുത്ത് പാൻ കേക്കിൻ്റെ റെസിപ്പി അങ്ങോട്ട് നോക്കി. എന്നിട്ട് ഞങ്ങളതിൽ 2 കോഴിമുട്ട ചേർത്തു. പിന്നെ എന്താ പറയുക, കുറച്ച് പഞ്ചസാര, ഉപ്പ്, കുറച്ച് പാല്, പിന്നെ വാനില എസൻസ്, 2 പഴവും കൂടി ചേർത്തു കേട്ടോ. ഇതൊക്കെ സംഭവം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ ബാറ്റർ റെഡിയായി. അങ്ങനെ ഞങ്ങൾ ദോശ പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ മാവ് ഒഴിച്ചു. അപ്പം ഞാൻ പതുക്കെ ഒന്ന് പരത്തി കൊടുത്തപ്പോൾ കൊച്ചു പറഞ്ഞു, അയ്യോ പരത്താൻ പാടില്ല, ഇതങ്ങനെ ഒഴിക്കുകയുള്ളൂ, ഇതിങ്ങനെ ദോശ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ പാടില്ല, ഇത് പാൻ കേക്കാണെന്ന് പറഞ്ഞു. വേഗം തന്നെ ഞാൻ എൻ്റെ പരത്തിൽ നിർത്തി. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി. ഇത്തിരി വലുതായിപ്പോയി. രണ്ടാമത്തെ ഉണ്ടാക്കി. അപ്പോൾ ബട്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബട്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 ഉണ്ടാക്കി. പക്ഷെ അപ്പോൾ കൊച്ചു പറഞ്ഞു ഇത്രയും വലുതാകാൻ പാടില്ല, ചെറുതാണ് സംഭവം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, ഉണ്ടാക്കി പോയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചെറുതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒന്ന് ഓഫാക്കി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിച്ചത് കാണിക്കാൻ പറ്റിയില്ല. കണ്ട, കുറച്ചൊക്കെ പൊട്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക, ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് ക്ഷമിക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു 4 ചെറുതങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ സംഭവം എല്ലാം തീർന്നു കേട്ടോ. ഒരു 6 വലുതും 4 ചെറുതിനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അത് ഞങ്ങൾ നല്ല ഭംഗിയുള്ളൊരു പ്ലേറ്റിലേക്ക് വെച്ചു. പിന്നെ ഇതിന് വേണമെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചോക്ലേറ്റ് സോസ് ഒഴിക്കാം. അതല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഒഴിക്കാം. അപ്പം നമുക്കിവിടെ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ മടിയും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തേൻ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. എന്തായാലും സംഭവം ഉഗ്രനായിരുന്നു. എനിക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ ഒരു ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു.